ഭയങ്കര വിശപ്പടി. അല്ല പപ്സൊക്കെ വാങ്ങിച്ച് തരൂ. എനിക്ക് ഇനി അങ്ങ് ബേക്കറി വരെ നടന്നു പോകാനൊന്നും വയ്യ. മാത്രമല്ല എൻ്റെ പൈസ ഇല്ല. എന്ത് വെച്ച് അടി നീ ഉള്ള അത് കണ്ട, അതാണ് ഫ്രണ്ട്ഷിപ്പ്. വാങ്ങിച്ച് കഴിക്കുന്നുണ്ട കണ്ടുപിടി. ഇവർ അരവിന്ദ് ബേക്കറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടായിരുന്നല്ലോ. ആ നിനക്ക് കേക്ക് വേണോ? കിട്ടൂ. ഇപ്പൊ ശരിയായില്ല. നീ എന്ത് കാണിക്കാൻ പോവാ? നീ കണ്ടോ? അല്ല വള്ളി ആക്കിക്കൊണ്ട് വരുകൂടി. ഹലോ അറിയാ, നീ അറിഞ്ഞാ അരവിന്ദ് ബേക്കറിയിൽ നിന്ന് പപ്സും കേക്കൊക്കെ വാങ്ങിച്ച് കഴിച്ചവർ ഇപ്പം ആശുപത്രിയില്ല. അവിടെ മൊത്തം വിഷമാടാ. ഇപ്പം അവിടെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ സ്ഥിരം അവിടെ നിന്നല്ലേ വാങ്ങിക്കൊണ്ടിരുന്ന. അതുകൊണ്ട് നീ അവിടെ നിന്ന് വാങ്ങരുത് കേട്ടാ. ആ ബേക്കറിയുടെ കാര്യമാണ് ഈ പറയുന്നത്. ആ ഓക്കേടാ. എന്ത് ചെയ്യാനാട്ടാ, മനുഷ്യൻ കഴിക്കുന്ന ആഹാരത്തിൽ വിഷം ചേർത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ. അയ്യോ, ഞങ്ങൾ ഇത് അരവിന്ദ് ബേക്കറിയിൽ നിന്നാണ് വാങ്ങിച്ചത്. അവിടെ നിന്ന് വാങ്ങിയണ എന്നാ കഴിക്കില്ല, അതിൽ വിഷമുണ്ട്. പോലീസ് അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈസയും പോയല്ലോ, ഇനിയിപ്പോ ഇതങ്ങ് കളഞ്ഞേക്കല്ല, എന്ത് ചെയ്യാൻ? ഇവിടെ കളയണ്ട. വല്ല പട്ടി പൂച്ച വന്ന് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാലേ അത് പ്രശ്നമാവും. ഒരു കാര്യം ചെയ്യ്, അപ്പുറത്തൊരു വേസ്റ്റ് ബിന്നുണ്ട്, ഞാൻ അവിടെ ഇട്ടേക്കാം. അതുകൂടിയാണ് ഞാൻ പോകുന്നത്. താങ്ക്സ്. ഞങ്ങളല്ലേ താങ്ക്സ് പറയേണ്ടത്? അല്ല, അത് നമ്മളെ ഞാൻ രക്ഷപ്പെടുത്തിയതിൻ്റെ ഒരു സന്തോഷത്തിൽ പറഞ്ഞതാണ്. ഓക്കെ. ഓ നല്ല മനുഷ്യൻ. അപ്പൊ അയാൾ വന്നില്ലായിരുന്നു നമ്മളിത് കഴിച്ചേനെ. പിന്നെ നമ്മൾ കഴിക്കുമായിരുന്നു അത്. എന്നെ സമ്മതിച്ചിരിക്കുന്നു. എങ്ങനെ ഒപ്പിച്ചെടുത്ത്? സാധാരണ പരിപാടിക്ക് നീ പോയി കഴിഞ്ഞാൽ അടി ഉറപ്പാ. ഇത് എങ്ങനെ ഒപ്പിച്ചെടുത്ത്? അതാണ് ഞാൻ ക്യാമൻ തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി സാധനം. ഒരു വെള്ളം കൂടെ വാങ്ങായിരുന്നു. സത്യം. വെള്ളം വന്നല്ലോ. താങ്ക്സ്. രണ്ട് കേക്ക് 40 രൂപ, 50 രൂപ ഉണ്ട്. വെള്ളത്തിന്റെ പൈസ നാളെ തരാം. നാളെ ആക്കണ്ടടാ.